കല്യാണത്തിന്റെ ആണല്ലോ മെയിൻ പ്രശ്നം. എനിക്ക് ഇപ്പോഴും പ്രപ്പോസ് വരുന്നുണ്ട്. സാജിദക്ക് ഷറഫ് അലിനോട് ഒരു പ്രണയം അല്ലെങ്കിൽ എന്റെ കൂടെ എന്നും ഒരു പാർട്ട്ണറായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ തോന്നിയിട്ടുണ്ടോ? ഷറഫ് അലിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴല്ല, അവന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ്. അത് ഞാൻ പിന്നീട് അറിയണത്. എന്റെ ഇക്ക മരിച്ച ടൈമിൽ ഇവൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് മെസ്സേജ് അയച്ചപ്പോഴും അതൊരു ആശ്വാസമായിരുന്നു. ഷറഫ് അലി ഇട്ട മഹർ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇന്റർവ്യൂസിലൊക്കെ കാണിച്ചത് ആ സെയിം മഹറാണ്. ശരിക്കും പറഞ്ഞാൽ അയാളുടെ പൈസ കൊണ്ടൊന്നും ഞാൻ മെഹർ എടുത്തിട്ടില്ല. അയാൾ ഇങ്ങനെ വിളിച്ച് പറയണോണ്ട് ഞാൻ മെഹർ എടുത്തു എന്നൊക്കെ ഒരു വീഡിയോസ് ഒക്കെ എടുത്തിട്ട് അയാൾക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. സാജിദ കാരണം ആളുടെ ഒരു ലൈഫ് അല്ലെങ്കിൽ ആളുടെ ഒരു ഫ്യൂച്ചറിനെ ബാധിക്കുന്ന ഞാൻ അവന്റെ കുടുംബം കളിക്കുന്ന എനിക്ക് പറയാൻ പറ്റില്ല. അതിൽ അവനും തെറ്റുകാരനാണെന്ന് എനിക്കറിയാം. ഷറഫ് അലിനെ കുറെ കമന്റ്സ് കാണുന്നത് ഇപ്പം ആന്റി ലവർ ആണ് അല്ലെങ്കിൽ ഏജ് ആയിട്ടുള്ള ആൾക്കാരോട് പ്രണയം തോന്നുന്ന ഒരാളാണ്. ശരിക്കും പറഞ്ഞാൽ ചെറിയ പെൺകുട്ടികൾ അവർക്ക് ആ ഒരു ഇതിൽ കാണില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അല്ലാണ്ട് ഒരിക്കലും എല്ലാ ആമ്പിള്ളേരും ആന്റി ലവേഴ്സ് ആണ് ഞാൻ പറയുന്നില്ല. ഞാൻ പറയട്ടെ, ഞാൻ ഉമ്മച്ചിയാണ്. ഞാൻ 5 മക്കളുടെ ഉമ്മച്ചിയാണ്. എനിക്ക് 32 വയസ്സുണ്ട്. ഞാൻ അതിന്റേതായ പ്രായം എനിക്കുണ്ട്. എനിക്ക് എന്റെ മക്കളുണ്ട്. ഒരിക്കലും ഞാൻ മക്കളില്ലാത്ത ഉമ്മയാണെന്ന് ഞാൻ പറയുന്നില്ല. എത്തിമക്കളെ നോക്കുന്നു എന്നുള്ള ഒരു ടാഗ് ലൈൻ ഒരു മാർക്കറ്റിംഗിന് വേണ്ടി യൂസ് ചെയ്യുന്ന പോലെ ഒരിക്കലില്ല. എത്തിമക്കളെ എന്നുള്ള ഒരു ടാഗ് ലൈൻ ഞാൻ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വരാൻ കാരണം ഇവരെ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഷാജിദ ഇപ്പൊ നിരന്തരം ഇന്റർവ്യൂ കൊടുത്തോണ്ടിരിക്കുകയാണല്ലോ. ഇടയ്ക്ക് വെച്ച് ഇന്റർവ്യൂ ഒന്നും കൊടുക്കാതിരുന്നപ്പം ശരിക്കും വിചാരിച്ചു അതൊക്കെ നിർത്തി എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇല്ല, പിന്നെ ഫുൾ പവറോടുകൂടി തന്നെ അടുത്തൊരു ഇന്റർവ്യൂക്കും പുള്ളിക്കാരത്തി വന്നിട്ടുണ്ടായിരുന്നു. അത് വെറൈറ്റി മീഡിയക്കായിരുന്നു. വെറൈറ്റി മീഡിയയുടെ ഫസ്റ്റ് പാർട്ടിലുള്ള ഇന്റർവ്യൂ ഭാഗം നമ്മൾ കണ്ടു. ഇപ്പം സെക്കൻഡ് പാർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അല്ല, എനിക്ക് അറിഞ്ഞുകൂടാത്തോട് ചോദിക്കുകയാണ്, എന്തു കണ്ടിട്ടാണോ ഈ ഷാജിദയുടെ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചാനലുകാരെ നിൽക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. മേ ബി ഇപ്പൊ ഷാജിദ ഒരു ട്രെൻഡിങ് ടോപ്പിക് ആയതുകൊണ്ടായിരിക്കാം അല്ലേ. ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോ കേട്ടല്ലോ. എന്തായാലും നമുക്ക് കൂടുതൽ സംസാരിച്ച സമയം കളയേണ്ട. എന്താണ് പുള്ളിക്കാരത്തി ഈ സെക്കൻഡ് പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇപ്പൊ നമ്മൾ ആദ്യം തുടങ്ങിയ സമയത്ത് പറഞ്ഞല്ലോ, ഇപ്പൊ കുറച്ച് നെഗറ്റീവ് അറിയുന്ന സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സിനും എതിരെ ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം കല്യാണത്തിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞല്ലോ. അപ്പം അത് കേൾക്കുമ്പോൾ സാജിദനെ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബേഴ്സ് പോലും ചിന്തിക്കില്ല ഇപ്പം സാജിദ സ്വന്തം സബ്സ്ക്രൈബേഴ്സിനെ മണ്ടന്മാരാക്കുകയാണ് അല്ലെങ്കിൽ അവർക്ക് ഒരു വാല്യൂ കൊടുക്കുന്നില്ല. വിവരമുള്ളവർ ചിന്തിക്കില്ല. വിവരമുള്ള ആൾക്കാർ എന്നോട് ഇപ്പൊ ഞാൻ അങ്ങനത്തെ ഇപ്പോഴും എന്റെ കമന്റ് ബോക്സിൽ നല്ല കമന്റ്സ് വരുന്നത്, ഷാജി നീ നെഗറ്റീവ് കമന്റ്സ് ശ്രദ്ധിക്കുക, കമന്റ്സേ എന്നോട് വായിക്കേണ്ടതെന്ന് പറയുന്നത്. നീ കമന്റ്സേ വായിക്കരുത്, വായിച്ചു പറഞ്ഞാൽ അങ്ങനെ കുറെ പേരുണ്ട് എന്നാണ്. അപ്പോഴും അവർ സപ്പോർട്ടാണ് ചെയ്യുന്നത്. ഒരിക്കലും അവര് സപ്പോർട്ടീവ് അല്ലാണ്ട് സംസാരിക്കുന്നില്ല. ഫസ്റ്റ് മുതലേ സപ്പോർട്ടുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. കൂടുതൽ സപ്പോർട്ടീവ് ആയിട്ട് ആൾക്കാരാണ്. പിന്നെ നെഗറ്റീവ്സ് പറയുന്നവര് ശരിക്കും പറഞ്ഞാൽ എന്റെ ഉയർച്ച എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എത്രയോ വർഷമായിട്ട് ഇപ്പൊ എനിക്ക് ചില യൂട്യൂബേഴ്സ് ഒക്കെ വിളിച്ചിട്ട് പറയും, ഷാജി 5 വർഷമായി തുടങ്ങിയിട്ട് ഇപ്പോഴും എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ല, എന്റെ വീഡിയോസിക്ക് വ്യൂസ് ഇല്ല. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഞാൻ മരിച്ച ടൈമിൽ തുടങ്ങിയിട്ട് തുടങ്ങിയതിന് ശേഷം ഒരു കുറച്ച് അങ്ങോട്ട് പോയിട്ട് അപ്പൊ തന്നെ എനിക്ക് 25,000 സബ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ 4 മാസം ഞാൻ നിർത്തി വെച്ചിട്ട് ഞാൻ പഴയ വീഡിയോസ് ഒക്കെ കളഞ്ഞ് യൂട്യൂബിൽ തുടരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ നിർത്തി. പിന്നെ 4 മാസം കഴിഞ്ഞിട്ട് ഇപ്പൊ റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ പെട്ടെന്ന് എനിക്ക് 1 lakh ആയി. പെട്ടെന്ന് എനിക്ക് സബ് കൂടി. അപ്പോഴാണ് അവർ ചിന്തിക്കുന്നത്, ഈ പറയുന്ന ആൾക്കാരൊക്കെ എന്താ പറയാ, ഇത്രയും വർഷങ്ങളായിട്ട് കൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് വ്യൂസ് ഇല്ല, സബ് ഇല്ല. അപ്പൊ എനിക്ക് ഇങ്ങനെയൊക്കെ സബ് കൂടണോ എന്ന് പറയുമ്പോൾ ആ ഒരു സംഭവമാണ് അസൂയ. അത്രേ ഉള്ളൂ. കേട്ടല്ല, അസൂയാണ് കാരണമെന്ന്. ഷാജിദയോട് ഭയങ്കര അസൂയാണ് കേട്ടോ എല്ലാവർക്കും. അതുപോലെ വിവരമില്ലാത്ത ആൾക്കാരാണ് ഈ ഷാജിദയെ കുറിച്ച് നെഗറ്റീവ് പറയുന്നത് എന്നാണ്. അല്ലാതെ ഷാജിദ ചെയ്ത കൊള്ളരുതായ്മയെ എടുത്ത് ചൂണ്ടിക്കാണിക്കുന്നു അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുന്നവരല്ല എന്നാണ് പറയുന്നത്. ഇത് വിവരമില്ലാത്തവരും പിന്നെ ഷാജിദയോട് അസൂയ കൂടുതലുള്ള ആൾക്കാരാണ് ഇതൊക്കെ പടച്ചു വിടുന്നത് എന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത്. ഇപ്പം ഇങ്ങനെ ഓരോ ഇപ്പൊ പറഞ്ഞു വരുമ്പോൾ ഇപ്പൊ കണ്ടന്റ് റിലേറ്റഡ് ആണല്ലോ ഇപ്പം ഓരോന്ന് ഇടുന്നതൊക്കെ. അപ്പൊ ഇനി അങ്ങോട്ടുള്ള സാധ്യത ഇപ്പൊ റിയൽ ആയിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നിട്ട് അത് യൂട്യൂബിൽ സാധ്യത എന്ന് പറയുകയാണെങ്കിലും സബ്സ്ക്രൈബേഴ്സ് അത് എത്രത്തോളം വിശ്വസിക്കും എന്നുള്ളതിലൊരു ടെൻഷൻ. ഞാൻ പറയട്ടെ, എനിക്കിപ്പോ കല്യാണത്തിന്റെ ആണല്ലോ മെയിൻ പ്രശ്നം. എനിക്ക് ഇപ്പോഴും പ്രപ്പോസ് വരുന്നുണ്ട്. ഇപ്പോഴും ഈ പ്രശ്നം കഴിഞ്ഞിട്ടും ഇത്രയും പ്രശ്നങ്ങൾ അറിഞ്ഞിട്ടും പ്രപ്പോസ് വരുന്ന ആൾക്കാരുണ്ട്. ഇപ്പോഴും വന്ന് കിടക്കുന്നുണ്ട് പ്രപ്പോസ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവർക്കൊക്കെ ഇപ്പൊ മനസ്സിലാക്കാമല്ലോ, ഒരു ചെക്കൻ്റെ കൂടെ ഇങ്ങനെയൊക്കെ കറങ്ങി ഇവിടെ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ അവർ വരുന്നവര് പ്രപ്പോസ് കൊണ്ട് വരുന്ന ആൾക്കാർ ഇപ്പോൾ നെഗറ്റിവിറ്റി ചിന്തിക്കാലോ. അങ്ങനെ ചിന്തിക്കാത്ത ആൾക്കാർ പ്രപ്പോസ് കൊണ്ട് വരുന്നുണ്ട്. അപ്പൊ ഞാൻ അതാ പറയുന്നത്, നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവർ മാത്രമേ ചിന്തിക്കുള്ളൂ. പ്രപ്പോസ് വന്നിട്ട് ഇപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ 2-3 പ്രപ്പോസ് ഇപ്പൊ വന്ന് കിടക്കുന്നുണ്ട്. കല്യാണം കഴിക്കാൻ റെഡിയാണ്. അപ്പൊ ഞാൻ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അപ്പൊ അവർ യൂട്യൂബേഴ്സ് കാണാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഉസ്താദ്മാർക്കൊക്കെ പ്രശ്നമാണ് എന്നൊക്കെ പറയുന്നത്. ആ ഉസ്താദാണ് എനിക്ക് പ്രപ്പോസ് കൊണ്ട് വന്നിരിക്കുന്നത്. കല്യാണം കഴിയാത്ത ഒരാളാണ്. 27 വയസ്സൊക്കെ ആയിട്ടുള്ളൂ. അപ്പൊ കല്യാണം പ്രപ്പോസ് കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ് അവരുടെ ഉമ്മ എല്ലാവരും വീഡിയോസ് കാണുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് ചിന്തിക്കാലോ, ഇങ്ങനെ എന്താണ് ഇവളിങ്ങനത്തെ ആണ്, ശരിയില്ല എന്നവർക്ക് ചിന്തിക്കാമല്ലോ. പക്ഷെ അല്ല, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാർക്ക്, എൻ്റെ ലൈഫ് എടുത്ത് മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും. അവർ സപ്പോർട്ടീവായിട്ട് നിൽക്കും. ഇനിയിപ്പോൾ അങ്ങനെ ഒരു കല്യാണം ഉണ്ടെങ്കിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞാലും ആ കല്യാണം കഴിഞ്ഞ ആളെ ഞാൻ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും. എൻ്റെ വീഡിയോസിൽ ഞാൻ ഉൾപ്പെടുത്തും. അങ്ങനെയുള്ള ഒരാളെ, എൻ്റെ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ആളെ ഞാൻ കല്യാണം കഴിക്കുള്ളൂ. ഇപ്പൊ പ്രപ്പോസൽ വന്ന ആളും 27 ഈ ഏജിലുള്ള ആൾക്കാർ ചെറിയ പ്രായമുള്ള എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. അപ്പൊ ഞാൻ എന്നെ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് വേറൊരു ഇപ്പൊ കല്യാണം കഴിയാത്ത ഒരാളെ വരുമ്പോൾ തന്നെ ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് വേറെ കല്യാണം നോക്കിക്കൂടെ, എന്തിനാ എന്റെ പിന്നാലെ. ശരിക്കും പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിഞ്ഞ് 5 മക്കളുണ്ട്,
32 വയസ്സായി എന്നൊക്കെ പറഞ്ഞാലും അവര് ഞങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ, പിന്നെ എന്താ നിങ്ങൾക്ക് പ്രശ്നം എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എനിക്കും പ്രശ്നമല്ല, ഈ വരുന്ന ആൾക്കാർക്കും പ്രശ്നമില്ല, കാണുന്നവർക്ക് മാത്രമാണ് പ്രശ്നം. ഓക്കെ, അതാണ് ഷാജിദയ്ക്കും പ്രശ്നമില്ല, ഷാജിദയെ കെട്ടാൻ പോകുന്ന ആ ചെറിയ ചെക്കനും പ്രശ്നമില്ല. പിന്നെ കണ്ടോണ്ടിരിക്കുന്ന നിങ്ങൾക്കാണോ പ്രശ്നം? അത് ന്യായമായിട്ടുള്ളൊരു ചോദ്യമല്ലേ? ഇപ്പം പോരാഞ്ഞിട്ട് തന്നെ ഒരു ഉസ്താദും കെട്ടാനായിട്ട് ഇങ്ങനെ നിൽക്കുവാണെന്ന് ഷാജിദ തന്നെ പറയുന്നുണ്ട്. ആ ഉസ്താദിന്റെ പ്രായവും 10-27 വയസ്സേ ഉള്ളൂ കേട്ടോ, അതും ഒരു ചെറിയ ചെക്കൻ. ഇപ്പൊ നമ്മുടെ ഷറഫലിനെ കുറിച്ച് പറയുകയാണെങ്കിലും ഇപ്പൊ ആൾക്കും ഈ ഒരു പ്രായം പറയും എന്താണ്, ഓ ഇവള് ഇപ്പൊ പറയും, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫിൽറ്റർ ഒക്കെ ഇട്ടിട്ടൊക്കെയാണ് വീഡിയോസ് ഒക്കെ ചില ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി ഫിൽറ്റർ ഒക്കെ ഇട്ട്, നമ്മുടെ സാധാ ഫോണാണല്ലോ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കളറും കാര്യങ്ങളൊക്കെ. അപ്പൊ ആൾക്കാർ പറയും ഇവളുടെ റിയൽ മുഖം നമ്മൾ ഇന്റർവ്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട്, ഓ ഇവൾക്ക് ഇത്രയും ചെക്കന്മാർ ഇങ്ങനെ പ്രപ്പോസ് കൊണ്ട് വരെ ഇവള് നോണ പറയും, അങ്ങനെ പറഞ്ഞു. ഷറഫലി പറഞ്ഞ ഇവൻ 26 വയസ്സ്, ശരിക്കും പറഞ്ഞാൽ അവനൊക്കെ കാസർഗോഡിൽ അത്രയും പെൺകുട്ടികൾ, ഭംഗിയുള്ള പെൺകുട്ടികൾ കിടക്കുന്നത്, അവൻ ഈ പാലക്കാട് വന്നിട്ട് ഇപ്പൊ എന്നെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഇപ്പൊ ഈ വരുന്ന ആൾക്കാർക്കൊക്കെ കണ്ണൂരും കാസർഗോഡൊക്കെയാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ അവർക്കൊക്കെ ചിന്തിച്ചു, ഈ കാണുന്നവർക്ക് ചിന്തിച്ചൂടെ എങ്ങനെ വരുന്നുണ്ടെങ്കിൽ, ഇപ്പൊ അങ്ങനെ എല്ലാവരും ഭംഗി അല്ലെങ്കിൽ ഭംഗി കളറ് ഇതൊക്കെയാണ് ഓരോരുത്തരുടെ ഇത്, ഇത്ര കളറില്ല അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്. അതിലെല്ലാ കാര്യം എന്ന് അറിയണില്ല. ഇപ്പൊ ഒരു കളറിലാണോ ഒരു ഇതിലാണല്ലോ, നമ്മൾ മനസ്സ് അല്ലെങ്കിൽ സംസാരിക്കുന്ന രീതി, നമ്മൾ നിൽക്കുന്ന രീതി, അങ്ങനെയൊക്കെയാണ് നമ്മൾ. ഇപ്പൊ ഷറഫലി അവൻ എന്നായിട്ട് സംസാരിച്ച് തുടങ്ങിയപ്പോഴാണ് നമ്മൾ രണ്ടാളും ശരിക്കും പറഞ്ഞാൽ അവനിക്ക് ഞാൻ സംസാരിക്കുന്നത് അവൻ സംസാരിക്കുന്നത് അവന്റെ കാര്യങ്ങളും എന്റെ കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ബന്ധമാണ്. അല്ലാണ്ട് ഒരിക്കലും ചന്തം നോക്കിയിട്ട് അവൻ നല്ല ഭംഗിയുണ്ട് കാണാൻ, ആള് കുഴപ്പമൊന്നുമില്ല, ഏജും കമ്മിയാണ്. അപ്പോൾ ഇപ്പൊ വന്ന ആള് ഏജും കമ്മിയാണ്, കാണാൻ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ അതുപോലെ തന്നെ യൂട്യൂബിൽ നിൽക്കുന്ന ഫീൽഡിൽ നിൽക്കുന്നതും അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ നല്ല രീതിയിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ എനിക്ക് പ്രപ്പോസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവർ പറയുന്നത് ഞാൻ ഇവരുടെയൊക്കെ എന്തോ ചെയ്ത് വീഴ്ത്തുന്നത്, ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ നിങ്ങളോട് സംസാരിക്കുന്ന പോലെ തന്നെ അവരോട് നമ്മൾ തുറന്ന് സംസാരിക്കും, നോണ പറയില്ല. ഷറഫലിയെ കുറിച്ചിട്ട് പൊക്കി പറയുന്നുണ്ട് കേട്ടോ. ഈ പുള്ളിക്കാരത്തിൽ തന്നെയാണ് ഷറഫലി മറ്റേതാണ് മറിച്ചതാണെന്ന് പറഞ്ഞ് കഴിഞ്ഞ കുറെ ഇന്റർവ്യൂകളിൽ വന്ന് പറഞ്ഞത് അല്ലെ. സോറി, കഴിഞ്ഞ കുറെ ഇന്റർവ്യൂ അല്ല, ഈ സത്യാവസ്ഥ പറഞ്ഞില്ലേ, അതായത് കല്യാണം കഴിഞ്ഞില്ല എന്ന് പറഞ്ഞതിന് ശേഷമുള്ള ഇന്റർവ്യൂല്. അതിനു മുന്നേക്കെ ഷറഫലിയെ കുറിച്ച് നല്ല കാര്യം തന്നെയാണ്, പേര് പറയാതെ പറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു അല്ലെ, മഹറിട്ടു എന്നൊക്കെ പറഞ്ഞത്. എന്തായാലും നമുക്ക് ബാക്കിയുടെ കേട്ടു നോക്കാം. വേറൊരു ഇന്റർവ്യൂല് പറയണ്ടായിരുന്നു സാജിദക്ക് കുറെ പ്രപ്പോസൽ വന്ന് നിൽക്കാൻ പറ്റാതെ വന്നപ്പോ അവരുടെ വായടപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇഷ്ടംപോലെ പ്രപ്പോസൽ വരുന്നുണ്ട്. കോളാണ് അധികമായിട്ട് ഞാനിങ്ങനെ നമ്പർ ഇട്ടപ്പോ കോള് ഇഷ്ടംപോലെ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ കുറെ പ്രപ്പോസൽ പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ ആൾക്കാരാണ് കൂടുതലായിട്ട് പ്രപ്പോസൽ കൊണ്ട് വന്നത്. നിലവിൽ കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ ഉള്ള ആൾക്കാരാണ്, ഒരു ഫാമിലി ഉള്ള ആൾക്കാർ. അപ്പൊ ഒരു ഫാമിലിയിൽ നിൽക്കുന്ന ടൈമിൽ നമ്മൾ കല്യാണം കഴിച്ച് കൂടെ കൂട്ടാ അല്ലെങ്കിൽ നമ്മൾ വേറെ നോക്കാം എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് വരാം. ഞാൻ ഒരിക്കലും അങ്ങനത്തെ ആ ഒരു ഫാമിലിയിലേക്ക് പോവില്ല. കാരണം കല്യാണം കഴിച്ചിട്ട് കുട്ടികളുണ്ട്, പിന്നെയും വേറൊരു ഫാമിലി തിരയുന്ന ആൾക്കാർ ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കൂടെ അല്ലെങ്കിൽ അവർ അത്രയും ഇതുള്ള ആൾക്കാരായിരിക്കില്ല. അത്രയും സ്നേഹമുള്ള ആൾക്കാർ അവരുടെ കുട്ടികളെയും ഇത് വിട്ടിട്ട് വരില്ലല്ലോ. അതുകൊണ്ട് അങ്ങനത്തെ കുറെ എണ്ണം വന്നിട്ടുണ്ട്. ഇത്രയും പ്രപ്പോസൽ വരാൻ സാധ്യത ഇത്രയും പ്രപ്പോസ് വരാറിനാല് ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്റെ ബോൾഡ്നെസ് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും. ഇത്രയും പ്രപ്പോസൽ വരാനുള്ള മെയിൻ കാരണം ഷാജിദയുടെ ബോൾഡ്നെസ് ആണെന്ന്. എന്താ പറയാൻ, ചിരിക്കാൻ വയ്യാട്ട്. അതിനിടയ്ക്ക് തന്നെ നമ്മുടെ അവതാരിക ഇന്ന് കളിയാക്കുന്നുണ്ട്, എന്റെ ബോഡി, എന്റെ ഫിഗർ, എന്റെ തല, എന്റെ മണ്ണാങ്കട്ട എന്നൊക്കെ പറഞ്ഞോണ്ട്. എന്ത് പറയാനല്ലേ. ഷർഫലിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴല്ല, അവന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ്. അത് ഞാൻ പിന്നീട് അറിയണത്. ഇവൻ എന്നെ കോൺടാക്ട് ആയിട്ട് കുറെ ആയിട്ടാണ് ഞാൻ ഇവന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞ കാര്യം അറിയണത്. അതിപ്പോ പ്രശ്നമായിട്ട് അത് ഇതായിട്ടുണ്ട്, ക്യാൻസലായി. അപ്പൊ അത് ഷർഫലി അങ്ങനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ഇപ്പൊ എനിക്ക് വരുന്ന പ്രപ്പോസ് പറഞ്ഞാല് 4 മക്കള് 3 മക്കള് 5 മക്കളൊക്കെ ഉള്ള ആൾക്കാരാണ് പ്രപ്പോസ് വരുന്നത്. അവരെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ല. ഓക്കെ, അപ്പം സാജിദായിട്ട് ബന്ധമുള്ള സമയത്ത് ഷർഫലി ഓൾറെഡി ഒരു എൻഗേജ്ഡ് ആയിരുന്നു, അത് മറച്ചു വെച്ചതാണ്. അതപ്പോ എങ്ങനെ എന്നെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് അവൻ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും എന്നോട് അവൻ കല്യാണം കഴിഞ്ഞ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ടെന്ന് അവൻ പറഞ്ഞിട്ടില്ല. അതെനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ അവൻ ഒരു 2 വീക്ക് 3 വീക്ക് ഒക്കെ സംസാരിച്ച് കഴിഞ്ഞ് അങ്ങനെയൊക്കെ കഴിഞ്ഞിരിക്കുന്ന ടൈമിലാണ് ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞത് എൻ്റെ ഇതേപോലെ എനിക്ക് എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അറിയണത് ഇവന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ കുറെ ഇവനോട് ചോദിച്ചു, എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് എന്താ നീ എങ്ങനെ എന്നിട്ട് ഇതാക്കണം എന്നെല്ലാം ചോദിച്ചു. അപ്പൊ അവൻ അതിനെ കുറിച്ച് അങ്ങനെ ഒന്നും പറഞ്ഞില്ല. വീട്ടുകാർ തമ്മിൽ ഉറപ്പിച്ചു, കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞു, എൻഗേജ്മെന്റ് കഴിഞ്ഞു. അപ്പൊ ഷർഫലിയും സാജിദയും തമ്മിൽ ആ സമയത്ത് ഇപ്പം ഫ്രണ്ട്ഷിപ്പ് ആണ്, അങ്ങനെയാണ്. പക്ഷെ എൻഗേജ്മെന്റ് കാര്യം മറച്ചു വെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താ വിഷമം തോന്നിയോ? അത് പറഞ്ഞാല് നമ്മളൊരു എന്താ പറയാ, ഞാൻ ശരിക്കും അവന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, എൻഗേജ്മെന്റ് അങ്ങനത്തെ വിചാരിച്ചിട്ടുണ്ട്. കാരണം അവൻ എനിക്ക് സപ്പോർട്ടീവായിട്ട് കൂടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് നമ്മൾ അവനായിട്ട് അറ്റാച്ച്മെന്റ് ആണല്ലോ. അറ്റാച്ച്മെന്റ് കൂടുതലാവുമ്പോൾ നമുക്ക് ഒരു ചെറുതായിട്ട് ഒരു പൊസസീവ്നെസ് വരും. അങ്ങനത്തെ ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു മൊമെന്റിൽ സാജിദക്ക് ഷർഫലിനോട് ഒരു പ്രണയം അല്ലെങ്കിൽ എന്റെ കൂടെ എന്നും ഒരു പാർട്ണറായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ തോന്നിയിട്ടുണ്ടോ? നല്ല ക്യാരക്ടറാണ്, പിന്നെ സപ്പോർട്ടീവാണ്, എപ്പോഴും നമ്മുടെ കൂടെ എന്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടമായിരുന്നു. എപ്പോഴും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വിചാരിച്ചു, ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ചില ഇഷ്ടങ്ങൾ അങ്ങനെയാ, നമുക്ക് ഇഷ്ടപ്പെടാനേ പറ്റുള്ളൂ, നടക്കില്ല.
അപ്പൊ പുള്ളിക്കാരത്തേക്ക് ഷറഫിലെ ഇഷ്ടമാണ്, കെട്ടണമെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പൊ ലിവിങ് ടുഗെദർ ആകാം എന്നായിരിക്കും ആ ഒരു തീരുമാനത്തിന്റെ അർത്ഥം എന്ന് തോന്നുന്നു അല്ലേ? അല്ലെങ്കിൽ കെട്ടാനാണ് ആഗ്രഹമെങ്കിൽ കെട്ടിക്കൂടെ അല്ലേ? കുറെ പുകിലുണ്ടാക്കിയതാണ് ഈ ഷറഫലിയുടെ പേരും പറഞ്ഞുകൊണ്ട്. അതേപോലെ തന്നെ നമ്മൾ വേറൊരു ആളുടെ പേര് ഇതേപോലെ ഈ യൂട്യൂബ്, ആക്ച്വലി ഇവർക്കൊക്കെ ഇത് എവിടെ നിന്ന് കിട്ടുന്നതെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. വേറൊരു റഹൂഫോ അങ്ങനെ പുള്ളിയുടെ വോയിസ് റെക്കോർഡ്സ് വരുന്നതും പുള്ളി സാജിദയ്ക്ക് പ്രപ്പോസ് ആയിട്ട് വന്നതാണ്. അതെനിക്ക് പ്രപ്പോസ് ആയിട്ട് വന്നതാണ്. അതുപോലെ ഞാൻ പറയാണ്ട് തന്നെ അയാൾ എന്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇട്ട ആളാണ്. പിന്നെ അങ്ങനെ ക്യാഷ് ഇട്ട് തന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇയാളുടെ ക്യാരക്ടർ എനിക്ക് മനസ്സിലായി. ഇയാളുടെ ഫ്രണ്ട്സുകൾ ഇയാളായിട്ട് കോൺടാക്ട് ഉള്ള കുറച്ച് ആൾക്കാർ എന്നായിട്ട് വിളിച്ച് സംസാരിച്ചു. പറഞ്ഞു മോശം ക്യാരക്ടറാണ്, അവരായിട്ട് ഇതാവണ്ട, കല്യാണം കഴിക്കണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞു. പിന്നെ അവൻ ഇങ്ങനെ എല്ലാവർക്കും പൈസ കൊടുത്തിട്ട് അയാൾ തന്നെ എന്നോട് പറഞ്ഞു ഇങ്ങനെ വേറൊരു പെണ്ണിന് പൈസ കൊടുത്തിട്ടുണ്ട്, ഞാൻ 3 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്, ഫോൺ കൊടുത്തിട്ടുണ്ട്, അതുപോലെ അവൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം മേടിച്ചു കൊടുത്തിട്ട്. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി അയാൾ പൈസയും കൊണ്ട് ഇങ്ങനെ പറയുന്ന ഒരു ക്യാരക്ടറാണ്. പിന്നെ പേഴ്സണലായിട്ട് സംസാരിച്ച ഒരു സംഭവം യൂട്യൂബിൽ എടുത്തിട്ട് അയാൾ ശരിക്കും പറഞ്ഞാൽ മോശം ചെയ്തതാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് കേസ് കൊടുക്കാനുള്ള പേരിൽ, കാരണം എന്റെ വോയിസും കാര്യങ്ങളും ഞാൻ അയാളെ വിശ്വസിച്ചിട്ട് ചെയ്തൊരു സംഭവം അയാൾ യൂട്യൂബ് സോഷ്യൽ മീഡിയയിൽ കൊടുത്തിട്ടു. അതൊരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. പിന്നെ അയാൾക്ക് കൊടുക്കാനുള്ള ക്യാഷ് എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കാന്നുള്ളൊരു ഡേറ്റ് അയാളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞിട്ടും കേൾക്കാണ്ട് അയാൾ കുറെ ആൾക്കാർ യൂട്യൂബേഴ്സിനൊക്കെ ഇത് അയച്ചു കൊടുത്ത് സീൻ ഉണ്ടാക്കിയ ഒരാളാണ്. ഓക്കെ. അപ്പം ആ ഒരു വോയിസ് റെക്കോർഡിലും പറയുന്നുണ്ടല്ലോ മഹറിൽ സ്പെല്ലിംഗ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അതിലും മഹറുണ്ട്, അതെന്താ കഥ? ഇല്ല, അതിൽ മാറൊന്നുമില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഈ മാറിന്റെ ഒരു സംഭവമാണ്. അത് അതിൽ മാറൊന്നുമില്ല. പിന്നെ അയാൾ ഇങ്ങനെ ടോർച്ചർ ചെയ്യും, വിളിച്ച് മാർ എടുക്ക്, നിന്റെ ഇഷ്ടത്തിന് എടുക്കുക, അങ്ങനെ ഇങ്ങനെ. അപ്പൊ ഞാൻ ഇയാൾ പൈസ അയച്ചതുകൊണ്ട് ഓക്കെ ഞാൻ മാർ എടുക്കാം. ഞാൻ ഇങ്ങനെ സീൻ എടുക്കാൻ പോയ ടൈമിൽ ഇതാ മാർ എടുത്തിട്ടുണ്ട്, ഇങ്ങനത്തെ ലോക്കറ്റാണ്, എന്താ പേര്, അയാളൊരു തൃപ്തി വരുത്താൻ വേണ്ടിയിട്ട് ചോദിക്കും പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അയാൾ ഒരു സൈക്കോ ക്യാരക്ടറാണെന്ന് മനസ്സിലായപ്പോൾ ശരി നമുക്കിത് ശരിക്കും പറഞ്ഞാൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ ഞാൻ ഈ ഷർഫലിനോടും കാര്യം പറഞ്ഞു, ഇങ്ങനെ ഒരു ടോർച്ചറിങ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു, അവനും കുറെ സംസാരിച്ചു ഇയാളോട്. ശരിക്കും പറഞ്ഞാൽ ഇയാളോട് ഈ സമയത്ത് ഷറഫലിയായിട്ടും റൌഫായിട്ടും കോൺടാക്ട് ഉണ്ടോ? റൌഫ് എന്നെ പ്രപ്പോസ് ചെയ്ത സംഭവമാണല്ലോ. അപ്പൊ ഷർഫലിനെ പറഞ്ഞിട്ടുണ്ട്. ഷർഫലിന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ വയനാട്ടിൽ പോയ ടൈമിൽ ഇങ്ങനെ ഒരാൾ വിളിക്കുന്നുണ്ട്, ശല്യാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എനിക്കൊരിക്കൽ കോൾ വന്നപ്പോൾ അവനടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു റൌഫിന് കൊടുക്കുന്ന മഹറാണ് എടുത്തിട്ട് ഷർഫലി ഇട്ട മഹറാന്ന് പറഞ്ഞിട്ട് ഇപ്പം ഇന്റർവ്യൂസിലൊക്കെ കാണിച്ചത് ആ സെയിം മഹറാണ്. ശരിക്കും പറഞ്ഞാൽ അയാളുടെ പൈസ കൊണ്ടൊന്നും ഞാൻ മെഹർ എടുത്തിട്ടില്ല. അയാൾ ഇങ്ങനെ വിളിച്ച് പറയണോണ്ട് ഞാൻ മെഹർ എടുത്തു എന്നൊക്കെ ഒരു വീഡിയോസ് ഒക്കെ എടുത്തിട്ട് അയാൾക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എടുത്തിട്ടുണ്ടായിരുന്നില്ല മഹർ? ഇല്ല, ഞാൻ ജ്വല്ലറി പോയിട്ട് ചെയിൻ എടുത്ത് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. അതിന് ശേഷം എനിക്ക് വന്ന പൈസയിലാണ് ഞാൻ സംഭവം ഇതൊക്കെ എടുത്തത്. പിന്നെ ശരിക്കും പറഞ്ഞാൽ പേരൊക്കെ ചോദിച്ചതും നെയിം അടിക്കാനൊക്കെ പറഞ്ഞത് ഞാൻ അയാളുടെ വെറുതെ ചോദിച്ചതാണ്. പിന്നെ അവിടെ ഉള്ള ഒരു ലോക്കറ്റിന്റെ ഒരു സംഭവം എടുത്തിട്ട് ഈ ചെയിനിൽ ഇട്ടിട്ട് ഇങ്ങനെ എടുത്തിട്ട് വീഡിയോ എടുത്തിട്ട് കാണിച്ചു. അയാൾ ചോദിച്ചു അത് വേറെ ഏതോ ആളുടെ ലോക്കറ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടതാണ്, ജസ്റ്റ് ഇട്ടെന്നുള്ളൂ. അപ്പൊ അയാൾ ചോദിച്ചു അയാൾക്ക് വേണ്ടി മെഹർ എടുത്തു എന്നല്ല. പിന്നെ അയാളോട് ഒരിക്കലും ഞാൻ ക്യാഷ് ചോദിച്ചിട്ടില്ല. ക്യാഷ് ചോദിച്ച വീഡിയോ അല്ല റെക്കോർഡ് എവിടെയും കാണില്ല. അയാളായിട്ട് എനിക്ക് പൈസ അയച്ചത്. അപ്പൊ അയാൾക്ക് ഇതാണ് തൊഴിൽ. ഇങ്ങനത്തെ യൂട്യൂബേഴ്സിനെയും ഇങ്ങനെ ഭർത്താക്കന്മാരില്ലാത്ത പെൺകുട്ടികൾക്ക്, അയാൾക്കും കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, 3 മക്കളുണ്ട്, പ്രായമുള്ള മക്കൾ 10-16 +2 ഒക്കെ കഴിഞ്ഞ മോനുണ്ട്, എല്ലാം ഉണ്ട്, ഭാര്യ 1 വർഷമായിട്ട് അയാളെ കൂടല്ല, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു ഇയാൾ നല്ല സംസാരമൊക്കെ ആയപ്പോൾ നല്ല ആളായിരിക്കും വിചാരിച്ചു. പിന്നെ ഇയാളുടെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് മനസ്സിലായപ്പോൾ ഞാൻ ഒഴിവാക്കി. അപ്പൊ അതായത് ആ മഹർ ചുമ്മാ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് ഫോൺ വെറുതെ വീഡിയോ എടുത്ത് അയച്ചു കൊടുത്താണ്. ഷർഫലിന്റെ കാര്യത്തിൽ വന്നപ്പോഴാണ് സ്വന്തം കയ്യിൽ മേടിക്കാൻ വേണ്ടിയിട്ട് വെച്ച ക്യാഷ് ആയിരുന്നു, ഞാൻ മേടിക്കാൻ വേണ്ടിട്ട് വെച്ചതായിരുന്നു. പിന്നെ ഷർഫലിനോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ട് ഞാൻ അവന്റെ ലോക്കറ്റിൽ പേരടിച്ചു. ദേ കിടക്കുന്നു. ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സി ആയത് ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ചാറ്റും കാര്യങ്ങൾ തന്നെയാണ്. അത് ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു വോയിസ് റെക്കോർഡും കാര്യങ്ങളും. ഈ റഹൂഫ് എന്ന് പറയുന്ന ആ വ്യക്തിയിൽ നിന്നും ഷാജിദ 1,38,000 രൂപ മേടിച്ച കാര്യം അതിന്റെ തെളിവ് സഹിതം തന്നെയാണ് പുറത്തു വന്നത്. ആ സമയത്ത് ഷാജിദ ചെയ്ത വോയിസ് മെസ്സേജുകളും അതുപോലെ ചാറ്റുകളും ആ ഒരു സംസാരവും വോയിസ് റെക്കോർഡ് വരെ പുറത്തു വന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു. അപ്പം ഇതൊക്കെ എന്തുദ്ദേശമാണ്? കാരണം ഈ ഒരു ടൈമിൽ തന്നെയായിരുന്നു ഷാജിദ റഹൂഫും അതുപോലെ തന്നെ ഷറഫലിയുമായിട്ടുള്ള ഒരു കോണ്ടാക്ട് വെച്ചിരുന്നത് തന്നെ. ആ ഒരു ടൈമിൽ തന്നെ ഷാജിദ റൗക്ക ലോക്കറ്റ് മേടിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള ഒരു വീഡിയോ കോളിന്റെ ഒരു ക്ലിപ്പ് വരെ നമ്മൾ കണ്ടതാണല്ലോ. അതും കൂടാതെ തന്നെ ഏത് രീതിയിലുള്ള ചാറ്റും മെസ്സേജും കാര്യങ്ങളായിരുന്നുള്ളത് നമ്മൾ ആ ഒരു വോയിസ് മെസ്സേജിലൂടെ കേട്ടതാണ്. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്, ഒരു പ്രപ്പോസൽ വന്നു എന്ന് മാത്രമാണ് പറയുന്നത്. ആ ഒരു ടൈമിൽ ഷറഫലിയും കൂടെ ഉണ്ടായിരുന്നു. ഷറഫലിക്കും ഈ പ്രപ്പോസൽ വന്ന കാര്യം അറിയാമെന്നാണ് പറയുന്നത്. ഒരു പ്രപ്പോസൽ വന്ന ഒരു വ്യക്തിയോട് നമ്മുടെ ഷാജിദയുടെ സംസാരം ഏത് ലെവലിലാണ് പോയതെന്നുള്ളത് ഇനി അത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. നമ്മൾ അതൊക്കെ കേട്ട കാര്യങ്ങൾ തന്നെയല്ലേ. അടിച്ചു. അപ്പൊ അമഹറിൽ ഷർഫലിയുടെ പേരായിരുന്നു. അപ്പൊ അമഹർ ഇപ്പൊ എന്താ ചെയ്യും? ഇട്ടിട്ടില്ല. അതിന് എന്ത് ചെയ്യും? ഗോൾഡ് അല്ല, എന്ത് വേണമെങ്കിലും ചെയ്യാം. വിൽക്കാം, അല്ലെങ്കിൽ നമുക്ക് എടുത്തു വെക്കാം, അല്ലെങ്കിൽ നമുക്കത് മാറ്റി വേറെ ആക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇനിയിപ്പോ ഒരു നല്ലൊരാള് വന്നാൽ വിവാഹം കഴിക്കാൻ റെഡിയാണ്. അപ്പൊ അതിൽ ഇനിയിപ്പം ഒരു കുട്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളല്ലേ. അതിപ്പോ നമ്മള് ചിന്തിക്കില്ല. ഇപ്പൊ എങ്ങനെയായാലും ഒരു സപ്പോസ് ഒരു കല്യാണം കഴിക്കാത്ത ഒരാൾ വന്ന് കല്യാണം കഴിച്ചാൽ അവർക്ക് ഉണ്ടാവുമല്ലോ, അവരുടെ ഒരു കുഞ്ഞ് വേണം എന്നുള്ളൊരു ചിന്ത അവർക്ക് ഉണ്ടാവും. എത്രയായാലും നമ്മുടെ മക്കള് വേറെ ഉപ്പാന്റെ അല്ലേ, ആ ഒരു ചിന്ത ഉണ്ടാവും. എന്റെ ഡെലിവറി പ്രസവം നിർത്തിയിട്ടൊന്നുമില്ല. കാര്യം എന്തിനാ ഇപ്പൊ ഇവിടെ പറഞ്ഞിരുന്ന കാര്യം എനിക്ക് മനസ്സിലായില്ല കേട്ടോ. പ്രസവം നിർത്തിയിട്ടില്ല എന്നുള്ള കാര്യം
ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. കാരണം അവനിക്കറിയാം എന്തിൽ നിന്നാണ് തുടങ്ങിയത്, എന്താണ് പ്രശ്നം എന്നെല്ലാം അവനിക്കറിയാം. അതുകൊണ്ട് ഒരിക്കലും ഞാൻ അവന്റെ കുടുംബം കളിക്കുന്ന അവർക്ക് പറയാൻ പറ്റില്ല. അതിൽ അവനും തെറ്റുകാരനാണെന്ന് അവനിക്കറിയാം. അതായത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിന് റീസൺ ഷാറഫ് അലിയും കൂടിയാണ്. അങ്ങനെ പറഞ്ഞാൽ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇടാനും ഇതിനൊക്കെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു പ്രശ്നം ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തേക്ക് വന്നത്. അതുകൊണ്ടാണ് അവരുടെ വീട്ടുകാരൊക്കെ അറിഞ്ഞത്. അപ്പൊ അവനിക്ക് ഒരിക്കലും എന്നെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. അപ്പൊ ഇതിന്റെയൊക്കെ പിറകിൽ അറിഞ്ഞോ അറിയാതെയോ ഷറഫ് അലിയുടെ ഭാഗമാണ്. ഓക്കെ, അത് ആളെ അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊന്നും ആൾക്കൊരു പ്രശ്നമല്ല. ആൾക്ക് പ്രശ്നമില്ലായിക്കില്ല. കാരണം കുടുംബത്തിൽ അറിഞ്ഞുകൊണ്ട് എനിക്ക് പ്രശ്നമാണ്. അവന്റെ വീട്ടുകാരും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് അതൊരു ഫാമിലി പ്രോബ്ലം ആയതുകൊണ്ട് എനിക്ക് പ്രശ്നമുണ്ട്. അല്ലാത്ത രീതിയിൽ പേഴ്സണൽ ആയിട്ട് അവനിക്ക് അറിയാം എന്തുകൊണ്ടാണ് വന്നത്, എങ്ങനെയാണ് ഇതിലൊരു തെറ്റ് ഞാനും തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു സംഭവം എനിക്കറിയാം. ഷറഫ് അലിനെ കുറെ കമന്റ്സ് കാണുന്നത് ഇപ്പം ആന്റി ലവർ ആണ്, അല്ലെങ്കിൽ ഏജ് ആയിട്ടുള്ള ആൾക്കാരോട് പ്രണയം തോന്നുന്ന ഒരാളാണെന്നൊക്കെ. സത്യം പറയട്ടെ, ഞാനത് പറയാൻ കാരണം ഞാൻ എന്റെ ഒരു വീഡിയോയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ പിള്ളേർക്ക് ആന്റി അങ്ങനെ പറഞ്ഞാൽ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ഇവർ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ അത് സത്യമാണ്. ശരിക്കും പറഞ്ഞാൽ കുറേ ഫ്രണ്ട്സുകളും അതുപോലെ തന്നെ ഇപ്പോഴുള്ള ആൾക്കാർ, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വരുന്ന പ്രപ്പോസ് ഒക്കെ 26-27 വയസ്സുള്ള. അപ്പൊ അവർ ശരിക്കും പറഞ്ഞാൽ കുറച്ച് മെച്ചൂർഡ് ആയിട്ടുള്ള പെൺകുട്ടികളാണ് അവർ തിരഞ്ഞെടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ചെറിയ പെൺകുട്ടികൾ അവർക്ക് ആ ഒരു ഇതിൽ കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അല്ലാണ്ട് ഒരിക്കലും എല്ലാ ആമ്പിള്ളേരും ആന്റി ലവേഴ്സ് ആണ് ഞാൻ പറയുന്നില്ല. നിങ്ങൾ തമ്മിൽ കമ്പനി ആണല്ലോ സ്റ്റിൽ. ഷറഫ് അലിയായിട്ട് നിങ്ങൾ സൗഹൃദത്തിലുണ്ട്. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് ഇനി ഒരു സൗഹൃദം വേണ്ട, കാരണം എനിക്കിപ്പോ കുറെ പ്രശ്നങ്ങൾ വന്നു, ഇനിയിപ്പോ ഒരു സൗഹൃദം വേണ്ട എന്ന് ഷറഫ് അലി പറയുവാണെങ്കിൽ എന്ത് ചെയ്യും? എന്തായിരിക്കും സാധ്യത റിയാക്ട് ചെയ്യുന്നത്? സൗഹൃദം വേണ്ടെന്നോ? ഇനിയിപ്പോ നമ്മൾ തമ്മിൽ ഒന്നും വേണ്ട, ഇതുവരെ ഉണ്ടായതൊക്കെ ഉണ്ടായി, ഇനി നമുക്ക് കോൺടാക്ട് വേണ്ട പറയുന്ന അറിയില്ല. അങ്ങനെ ഇപ്പൊ ഈ പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ടും ഇത്രയും പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ടും ഞാൻ അവനോട് പറഞ്ഞപ്പോ അവൻ അങ്ങനെ നമ്മളെപ്പോഴും പഴയതുപോലെ ഇങ്ങനെയാണോ അങ്ങനെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ തന്നെയാണ് അവൻ പറഞ്ഞത്. അല്ലാണ്ട് അവൻ മാറ്റി പറഞ്ഞിട്ടില്ല. അങ്ങനെ സപ്പോസ് പറഞ്ഞാലും അവന്റെ കാര്യത്തിന് അവൻ നല്ലതിന് അല്ലെങ്കിൽ അവന്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് അവൻ മാറണമെങ്കിൽ അങ്ങനെ പോയിക്കോട്ടെ. അവന്റെ ലൈഫ് അങ്ങനെ നമ്മൾ ഒരുപാട് ഇതാക്കണ്ട എന്നുള്ള ഒരു ചിന്തയിൽ ഞാൻ മാറി നിൽക്കും. നാളെ ഇപ്പൊ ആള് വേറൊരു ബന്ധം അലയൻസ് വന്ന് കല്യാണത്തിലേക്ക് പോയാലും കുഴപ്പമില്ല, കല്യാണം കഴിക്കട്ടെ. ഇനിയിപ്പോ ഞാൻ എന്റെ ഒരു ശാപിക്കുന്ന കല്യാണം കഴിക്കട്ടെ അങ്ങനെയല്ല, അവനക്കൊരു ലൈഫ് വേണല്ലോ. കാരണം എന്നെക്കാളും ശരിക്കും പറഞ്ഞാൽ അവന്റെ കുടുംബത്തിനെയാണ് ഞാൻ നോക്കുന്നത് കേട്ടോ. കുടുംബമാണ് അവന്റെ മെയിൻ. അവന്റെ ഉമ്മ ഉപ്പ പെങ്ങന്മാര്, അവന്റെ കുടുംബമാണ് അവന്റെ ലോകം. സത്യം പറഞ്ഞാൽ പാവം ഇപ്പൊ ഭയങ്കര വീട്ടുകാരൊക്കെ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു മോനായിരുന്നു അവിടെ. അപ്പൊ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കരമായിട്ട് ഇവനായിട്ട് ഒരു ദേഷ്യമുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റണം. കാരണം അവൻ അങ്ങനെയുള്ള ഒരു ആളല്ല. പിന്നെ നമ്മളായിട്ട് സൗഹൃദം വെക്കാൻ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവനായിട്ട് എൻ്റെ ഇക്ക മരിച്ച ടൈമിൽ ഇവൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് മെസ്സേജ് അയച്ചപ്പോഴും അതൊരു ആശ്വാസമായിരുന്നു. എന്തും തുറന്നു പറയാനും നമ്മൾ നമ്മുടെ വേറൊരാൾ കുടുംബത്തിലൊരാളോട് പറയുന്ന കാട്ടിയും ഇവരോടൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ അവർ നമുക്ക് തരുന്ന സപ്പോർട്ടീവ് ആയിട്ടുള്ള സംസാരം കേൾക്കുമ്പോൾ നമുക്കൊരു ആശ്വാസമായിരുന്നു. അതുകൊണ്ടാണ് അവനായിട്ട് ഒരു ഇത് വെച്ചത്. പക്ഷെ ഇപ്പൊ ഷറഫ് അലിക്ക് കിട്ടുന്ന ഈ ഒരു ഹെയ്റ്റിന് ശരിക്കും അടിസ്ഥാന കാരണം സാധ്യത അല്ലേ? അതിൽ അവന്റെ കുടുംബത്തില് അതും പ്രശ്നങ്ങളൊക്കെ ആവാൻ കാരണം ഞാൻ തന്നെയാണ്. ഞാൻ ഇങ്ങനെ ഇട്ട ഒരു വീഡിയോ കാരണം കൊണ്ട് തന്നെയാണ്. അല്ലാണ്ട് അത് ശരിയാണ്. പക്ഷെ അത് ആ ഒരു മൈൻഡിലേക്ക് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ അവനായിട്ട് ഇത്ര മാസം കോൺടാക്ട് ഉണ്ടല്ലോ. ഇതുവരെയായിട്ട് ഞാൻ അവന്റെ ഒരു വാക്ക് പറയേ അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഇതൊരു ചെയ്യാൻ ഒരു മെയിൻ ഒരു കാരണം ഉണ്ട്. ആ ഒരു കാരണം ഞാൻ ഇവിടെ പറയുന്നില്ല. അവനിക്ക് അറിയാം അതെന്താ കാരണം മെയിൻ ആയിട്ട്. അതുകൊണ്ടാണ് അങ്ങനത്തെ പ്രശ്നം വന്നതെന്ന് അവനിക്ക് അറിയാം. അതുകൊണ്ട് ഒരിക്കലും എന്നെ തെറ്റ് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റയിലുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. കൂടുതലായിട്ട് നമ്മൾ ഇവനായിട്ട് കുറച്ച് കൂടുതൽ അടുപ്പവും കാര്യങ്ങളും പേഴ്സണൽ ആയിട്ടുള്ള വിഷയങ്ങളൊക്കെ ഇവനായിട്ട് പറയും. പിന്നെ മെയിൻ ആയിട്ട് ഒരാളുണ്ട്, അവനായിട്ട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാം കേട്ടോ. അത് സത്യം തൂണാണ് അവൻ. അല്ല, ഷറഫ് അലിനെ കാട്ടി ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ആളുണ്ടായിരുന്നു, ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഇൻസ്റ്റ വഴി പരിചയപ്പെട്ട തന്നെ. പക്ഷെ അവൻ എനിക്ക് ഇപ്പോൾ സപ്പോർട്ടീവായിട്ട് സംസാരിക്കും. തുടരെ വീഡിയോസ് ഒക്കെ ഞാൻ വീണ്ടും എടുക്കാൻ കാരണം അവനാണ്. നീ ഇങ്ങനെ ഇതായിട്ട് നിൽക്കരുത്, വീഡിയോസ് ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് സപ്പോർട്ടായിട്ട് സംസാരിക്കുന്നത് അങ്ങനത്തെ ഒരാളുണ്ടായിരുന്നു. ഇപ്പോഴും കോൺടാക്റ്റിലുണ്ട്. അപ്പൊ അവനാണ് അവന്റെ അടുത്ത് ശരിക്കും പറഞ്ഞ ഒരു സുഹൃത്ത് എന്ന നിലയ്ക്ക് എല്ലാ കാര്യങ്ങളും. ഷറഫ് അലിക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞ ദേഷ്യം വരും, ചൂടാവും, ചിലപ്പോൾ ഫോൺ കട്ടാക്കിയിട്ട് പോകും, ബ്ലോക്ക് ആക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ എനിക്ക് പറ്റാത്ത കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞ കലിയൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ പോകും. ഇവൻ പറഞ്ഞാല് ഇവന് എല്ലാം പോസിറ്റീവായിട്ട് എടുക്കും, നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അങ്ങനത്തെ ഒരാൾ, അങ്ങനെ ഒരു ആളുണ്ട്. ഇനി ഇയാളുടെ വീഡിയോസ് ഇടോ ഇൻസ്റ്റാഗ്രാമില്? ഈ പറഞ്ഞാലേ അതൊന്നും ഒരിക്കലും ഇല്ല. ആള് മാരീഡോ? മാരീഡ് ഒന്നല്ല. അല്ല. കേട്ടല്ലോ, ഷറഫ് അലിയെ കൂടാതെ തന്നെ മറ്റൊരു വ്യക്തിയും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴി കമ്പനി ഉണ്ട്. അവനും നെടുന്തൂടാണെന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത്. ഷറഫ് അലിയെക്കാളും എന്താ പറയണ വീഡിയോ ഇടാനുള്ളൊക്കെ ഒരു സപ്പോർട്ടീവ്. ഷറഫ് അലി ഓൾറെഡി ഒരു സപ്പോർട്ടീവ് മനുഷ്യനാണെന്നാണ് ഒരു 100 തവണ ഷാജിദ പറയുന്നത്. അതിനോടൊപ്പം തന്നെ മറ്റൊരു വ്യക്തിയെ കുറിച്ച് പറയുന്നുണ്ട്. പേരൊന്നും പുറത്ത് പറയുന്നില്ല. എന്തായാലും ആ ഒരു വ്യക്തിയായിട്ടും പുള്ളിക്കാരത്തി കോണ്ടാക്ട് ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ അവതാരക ചോദിച്ചിട്ടില്ലേ അയാളുടെ വീഡിയോ എടുത്തിടോ എന്ന് ചോദിച്ചപ്പോ ഇല്ല, അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ആള് മാരീഡ് ഒന്നുമല്ല, അതും ഒരു കൊച്ചു പയ്യനാണ്.